ഈ അധ്യയന വർഷത്തിൻ്റെ അവസാനം കുറേ വേക്കൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. എല്ലാവർക്കും നമസ്കാരം. LPSA UPSA റാങ്ക് ലിസ്റ്റുകൾ നിലവിൽ വന്നപ്പോൾ ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ കുറച്ചൊക്കെ ഒരു പരിഭ്രാന്തിയിലാണ്. അവർ കരുതുന്നത് എന്താണ്? കഴിഞ്ഞ പ്രാവശ്യം റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ തുടക്കത്തിൽ തന്നെ ബൾക്കായി കുറേ നിയമനങ്ങൾ നടന്നു. ഈ പ്രാവശ്യം എന്തുകൊണ്ട് ഇത് നടക്കുന്നില്ല? LPSAയിൽ തന്നെ ഇഴഞ്ഞു നീങ്ങുന്നു. UPSAയിൽ നിയമനങ്ങൾ ഒന്നും നടക്കുന്നില്ല. എന്താണ് ഇതിന് കാരണം? ഇത്തരം ഫോൺ കോളുകൾ ധാരാളമായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്ന് പരിശോധിച്ചു. എന്താണ് ഈ പ്രാവശ്യം അങ്ങനെ ഒരു മന്ദീഭാവത്തിന് കാരണം? ഡിപ്പാർട്ട്മെൻറ്റുകൾ അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതാണോ? വേക്കൻസി റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതാണോ? മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ? ഇങ്ങനെ ഒരു പരിശോധന നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം നോക്കൂ. ഒന്നാമത്തെ കാര്യം, നമുക്കറിയാം 2016 ഡിസേബിൾഡിന് വേണ്ടി ഒരു പുതുക്കിയ PWD ആക്ട് നിലവിൽ വരികയാണ്. ആ ആക്ട് ഭിന്നശേഷി വിഭാഗക്കാർക്ക് വേണ്ടിയുള്ള റിസർവേഷൻ 3-ൽ നിന്ന് 4-ആയി വർദ്ധിപ്പിച്ചു. പക്ഷേ ഇപ്പോൾ ക്യാൻസലായ ലിസ്റ്റ് വരെയുള്ള 2 ലിസ്റ്റുകൾ, അതിനുശേഷം 2 ലിസ്റ്റുകൾ PSC പ്രസിദ്ധീകരിച്ചെങ്കിലും ആ ലിസ്റ്റുകളിൽ 4% സംവരണം കൊടുത്തിരുന്നില്ല, 3% സംവരണമേ കൊടുത്തിരുന്നുള്ളൂ. അവിടെ മൾട്ടിപ്പിൾ ഡിസബിലിറ്റിയുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ആ 4ാമത്തെ സംവരണ വേക്കൻസി ഇതുവരെ ഫില്ല് ചെയ്യാതിരുന്നത് കൊണ്ട് ഈ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റിൽ ആ വേക്കൻസികൾ എത്രയാണോ അവർക്ക് ലാപ്സായി പോയത് അത്രയും വേക്കൻസികൾ പിടിച്ചെടുത്ത് മൾട്ടിപ്പിൾ ഡിസബിലിറ്റിക്ക് വേണ്ടിയുള്ളവർക്ക് വേണ്ടി അഡ്വൈസ് ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും ലിസ്റ്റിൽ നോക്കുമ്പോൾ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉള്ളവർ കാണില്ല. പക്ഷെ അങ്ങനെയാണെങ്കിലും PSCക്ക് ഒരു നിയമമുണ്ട്. ഭിന്നശേഷിക്കാരുടെ നിയമനം വരുമ്പോൾ അതിൽ കൺസേൺഡ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇല്ലെങ്കിൽ അത് അടുത്ത റാങ്ക് ലിസ്റ്റിലേക്ക് വേണ്ടി ആ വേക്കൻസി മാറ്റിവെക്കണം. അടുത്ത റാങ്ക് ലിസ്റ്റിലും ആളില്ല എന്ന് വന്നാൽ മാത്രമേ ഇത് ഫ്രഷ് വേക്കൻസിയായി പരിഗണിച്ച് കോമൺ കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം നിങ്ങൾക്ക് മുമ്പിൽ LPSA UPSA ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്ക് മുന്നിൽ ഭീഷണിയായി നിൽക്കുന്ന ഒരു കാര്യം, ഒന്ന്, ഈ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ടേണുകൾ കോമ്പൻസേറ്റ് ചെയ്യുക എന്നതാണ്. പണ്ട് ഇവർക്ക് കൊടുത്തില്ല, കൊടുക്കാത്തതുകൊണ്ട് അന്ന് റാങ്ക് ലിസ്റ്റ് ഉള്ളവർക്ക് അധികം അത് കിട്ടി. പക്ഷേ ഇപ്പോഴവർക്ക് കോമ്പൻസേറ്റ് ചെയ്യണമെന്നുണ്ട്. കോമ്പൻസേറ്റ് ചെയ്യുമ്പോൾ അത് നഷ്ടപ്പെടുന്നത് പൊതുവിഭാഗത്തിനാണ് എന്ന കാര്യമാണ് രസകരമായ കാര്യം. അത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, സാധാരണയായി ഒരു റാങ്ക് ലിസ്റ്റ് റദ്ദായി കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ റാങ്ക് ലിസ്റ്റ് വരുന്നൊരു പ്രവണത PSCക്ക് ഇല്ലായിരുന്നു, പ്രത്യേകിച്ചും ടീച്ചിങ് പോസ്റ്റിൻ്റെ കാര്യത്തിൽ. മിക്കപ്പോഴും ഒരു 8 മാസം 9 മാസം 10 മാസം, ചിലപ്പോൾ 1 വർഷം, ചിലപ്പോൾ 1.25 വർഷമൊക്കെ കഴിഞ്ഞാണ് അടുത്ത ലിസ്റ്റ് വരിക. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ലിസ്റ്റ് നേരത്തെയുള്ള ലിസ്റ്റ് ക്യാൻസൽ ആയതിനു ശേഷവും ഇപ്പോൾ ലിസ്റ്റ് നിലവിൽ വരുന്നതിന് ഇടയ്ക്കുള്ള ഒരു പീരീഡ് ഉണ്ടാകും. ആ പീരീഡിൽ കൺസോൾഡേറ്റ് ചെയ്ത കുറേ വേക്കൻസികൾ ലിസ്റ്റ് നിലവിൽ വരുമ്പോഴുണ്ടാകും. അവിടെ നിന്ന് ബൾക്കായിട്ട് നിയമനങ്ങൾ നടക്കും. അപ്പോൾ 2 കാര്യങ്ങളാണ് പ്രമുഖമായി ഇപ്പോൾ നമുക്ക് തടസ്സമായി നിൽക്കുന്നത്. അത് പ്രായോഗികമായി നമുക്കൊരു താൽക്കാലിക തടസ്സം മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ, അതോ ഇനി മുന്നോട്ടുള്ള ഗതിയിൽ അത് ബാധിക്കുമോ എന്ന കാര്യം നമുക്ക് പരിശോധിക്കാം. നോക്കൂ, ഞാൻ എല്ലാ ജില്ലകളും, കാരണം ഇത് ജില്ലാ വൈസാണ്, ഓരോ ജില്ലയും എടുത്തെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ വളരെയധികം നീണ്ടുപോകും. അതിൻ്റെ കാര്യവുമില്ല, കാരണം ഞാനിപ്പോൾ ഓരോ ജില്ലയുടെയും റൊട്ടേഷൻ ഒന്നും പറയുകയല്ലല്ലോ. നമ്മൾ ട്രിവാൻഡ്രം ജില്ലയെ ഞാനൊന്ന് എടുക്കുകയാണ്, നിങ്ങൾക്കിതൊന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി. LPSAയുടെ ഒരു ലിസ്റ്റ് 2018 നിലവിൽ വന്ന ലിസ്റ്റ് 27/12/2021 ക്യാൻസൽ ആകുന്നു. തുടർന്ന് 5 മാസത്തിന് ശേഷമാണ് 31/5/2025 പുതിയ ഒരു ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുന്നത്.
അവിടെ 5 മാസം എന്ന ഇടവേള ലഭിച്ചിരുന്നു. ആ 5 മാസത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. 27/12/2021 ശേഷമാണ് നമുക്കറിയാം സ്കൂൾ ടീച്ചേഴ്സിനെ സംബന്ധിക്കുന്ന വേക്കൻസികൾ ക്യുമുലേറ്റീവായിട്ട് അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അധ്യയന വർഷത്തിൻ്റെ അവസാനമാണ്. ആ അധ്യയന വർഷത്തിൻ്റെ അവസാനവും ഈ ഇടവേളയിൽ ഉൾപ്പെട്ടു എന്നത് കൊണ്ട് തന്നെ അവിടെ കൂടുതൽ വേക്കൻസികൾ ഉണ്ടായി. നിയമനം നടന്നു. തുടക്കത്തിൽ തന്നെ നിയമനം കൂടുതൽ നടന്നു. തുടർന്ന് നമ്മൾ ഇവിടെ നിന്ന് നിലവിലെ ലിസ്റ്റിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. 31/5/2022 നിലവിൽ വന്ന ലിസ്റ്റ്, മുൻ ലിസ്റ്റ് 30/5/2025 കാലാവധി അവസാനിക്കുന്നു. അവിടെ സംഭവിച്ചതൊന്ന് നോക്കൂ. 31/2025 ലിസ്റ്റ്, ഇത് ക്യാൻസൽ ആകുന്നത് 30, തൊട്ടടുത്ത ദിവസം അത് നിലവിൽ വരുന്നു. ഒരു ദിവസം പോലും ലിസ്റ്റുകൾക്കിടയിൽ ഇടവേളയില്ല. അതുകൊണ്ട് തന്നെ ലിസ്റ്റുകൾക്കിടയിലുള്ള ഇടവേളയിൽ വരുന്ന വേക്കൻസി, ആ പീരീഡിൽ ഉണ്ടാകുന്ന വേക്കൻസി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതാണ് ഒരു പ്രധാന കാരണം. ഇപ്പോൾ തുടക്കത്തിൽ നിയമനം നടക്കാതിരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ നിയമനം മന്ദഗതിയിലാകുന്നതിനുള്ള ഒരു പ്രധാന കാരണം. അതുമാത്രമാണോ? 31/5/2025 മുതൽ 30/5/2028 വരെയാണ് ഈ ലിസ്റ്റിൻ്റെ കാലാവധി. നിങ്ങൾ വിഷമിക്കേണ്ട, 30/5/2028 വരെ കാലാവധിയുണ്ട്. അവിടെ തിരുവനന്തപുരത്ത് ഫസ്റ്റ് റൊട്ടേഷൻ എഴുതിയപ്പോൾ 25 വേക്കൻസികൾ, ഫ്രഷ് വേക്കൻസികൾ ഉണ്ടായിരുന്നു. 15 DA ഡിഫറൻഷ്യലി ഏബിൾഡിന് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ആളില്ലാത്തത് കൊണ്ട് മാറ്റിവെച്ച 15 എണ്ണം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു ലിസ്റ്റിൽ DA ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളില്ലാതെ വന്നാൽ അത് അടുത്ത റാങ്ക് ലിസ്റ്റിന് വേണ്ടി ആ വേക്കൻസി എടുത്തങ്ങ് മാറ്റിവെക്കും. മാറ്റിവെച്ച് അടുത്ത ലിസ്റ്റിലും ആളില്ലാതെ വന്നാൽ മാത്രമേ അത് കോമ്പൻസേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. അപ്പോൾ ആ നിയമപ്രകാരം 15 DA മാറ്റിവെച്ചിരുന്നു. അപ്പോൾ ആ 15 DAയും ഈ 25 ഫ്രഷും 15 DAയും കൂടെയാണ് ഫില്ല് ചെയ്യേണ്ടിയിരുന്നത്. അവിടെയും കഷ്ടകാലം അവസാനിക്കുന്നില്ല. 25 ഫ്രഷ് വേക്കൻസികൾ ഉള്ളപ്പോൾ സാധാരണയായ 25 എണ്ണം ജനറൽ കാറ്റഗറിയിൽ നമ്മളുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് റൊട്ടേഷൻ അനുസരിച്ച് ആ 25 പേരുടെ റൊട്ടേഷൻ എഴുതേണ്ടതാണ്. പക്ഷെ അത് എഴുതാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്? നേരത്തെ പറഞ്ഞതാണ് കാരണം. അവിടെ 13 വേക്കൻസികൾ ഡിഫറൻഷ്യൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കോമ്പൻസേറ്റ് ചെയ്യേണ്ട മൾട്ടിപ്പിൾ ഡിസബിലിറ്റി MD വിഭാഗത്തിൽ കോമ്പൻസേറ്റ് ചെയ്യേണ്ട 13 ടേണുകൾ ഉണ്ടായിരുന്നു, 13 ഊഴങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ 25 നിന്ന് 13 വേക്കൻസി എന്തിലേക്ക് പോയി? മൾട്ടിപ്പിൾ ഡിസബിലിറ്റിക്ക് വേണ്ടി പോയി. അപ്പോൾ ഡിസേബിൾഡിന്റെ വേക്കൻസി 13+15 = 28 മാറുന്നു. ഇത് 40 വേക്കൻസിയിൽ 12 വേക്കൻസിയായി താഴേക്ക് വരുന്നു. അപ്പൊ തിരുവനന്തപുരത്ത് 40 വേക്കൻസി എന്ന് കണ്ടിട്ട് റൊട്ടേഷൻ നോക്കിയവർ നിരാശരാകുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആക്ച്വലി ആ 25 വേക്കൻസി റൊട്ടേഷൻ എഴുതുന്നതിന് കിട്ടിയില്ല. അതിൽ 13 വേക്കൻസി എങ്ങോട്ട് പോയി? മൾട്ടിപ്പിൾ ഡിസബിലിറ്റിക്ക് വേണ്ടി പോയി. ബാക്കി 12 മാത്രമാണ് ഫില്ല് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ തൽക്കാലം നമുക്ക് കോമ്പൻസേഷൻ അവിടെ തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നീട് അഡ്വൈസ് ചെയ്ത് വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് 27 നിയമനങ്ങളെ അവിടെ നടന്നുള്ളൂ. 40 വേക്കൻസി ഉണ്ടെങ്കിലും 27 നിയമനങ്ങളെ നടന്നുള്ളൂ. അതിൽ 12 നിങ്ങൾക്കറിയാം, 13 മൾട്ടിപ്പിൾ ഡിസബിലിറ്റിക്ക് വേണ്ടി വിട്ടുകൊടുത്ത ശേഷം, ഫ്രഷ് ഒഴിവുകൾ മൾട്ടിപ്പിൾ ഡിസബിലിറ്റിക്ക് വേണ്ടി വിട്ടതിന് ശേഷം 12 ഒഴിവ് വന്നതിൽ ആ 12 റൊട്ടേഷൻ അനുസരിച്ച് നിയമനം നടന്നു. പിന്നീട് ഈ 15 DA ഉണ്ടല്ലോ, നേരത്തെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ആളില്ലാതെ കൊണ്ട് മാറ്റിയിട്ടിരുന്ന 15 DA, അതിൽ 2
കോമ്പൻസേറ്റ് ചെയ്യാൻ ഇപ്പോഴും ആളില്ല എന്നതുകൊണ്ട് അതുകൂടി ഈ ജനറലിലേക്ക് വന്നു, ഇതിലേക്ക് വന്നു, റൊട്ടേഷനിലേക്ക് വന്നു. അങ്ങനെ 14 അഡ്വൈസാണ് അവിടെ നടന്നത്. 13 DA കാൻഡിഡേറ്റും അഡ്വൈസ് ചെയ്യപ്പെട്ടു. അപ്പോൾ 14ഉം 13ഉം എത്രയായി മാറി? 27. ബാക്കി 13 ഈ മൾട്ടിപ്പിൾ ഡിസബിലിറ്റിയിൽപ്പെട്ട 13 വേക്കൻസി നമുക്കറിയാം, അത് ഈ പറഞ്ഞ 25 വേക്കൻസിയിൽ നിന്ന് നീക്കിക്കൊണ്ടുപോയതാണ് 13 വേക്കൻസി. ഈ 13 വേക്കൻസിക്കും മൾട്ടിപ്പിൾ ഡിസബിലിറ്റിയിൽപ്പെട്ട ഒരാളും ആ ലിസ്റ്റിൽ ഇല്ലാത്തത് കൊണ്ട് അവരെ ഫില്ല് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം മൾട്ടിപ്പിൾ ഡിസബിലിറ്റിക്ക് വേണ്ടി 13 വേക്കൻസി ഫ്രഷ് വേക്കൻസിയിൽ നിന്ന് എടുത്തതാണ്. പക്ഷേ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ആ ലിസ്റ്റിലില്ല. ലിസ്റ്റിലില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും? ഈ 13 വേക്കൻസികൾ മാറ്റിവെക്കും. എന്തിനു വേണ്ടി? ഇനി അടുത്ത റാങ്ക് ലിസ്റ്റ് 2028 വരുമ്പോൾ അവിടെ മൾട്ടിപ്പിൾ ഡിസബിലിറ്റിക്കാരൻ ഉണ്ടോ എന്ന് നോക്കി, ഉണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കുക, ഇല്ലെങ്കിൽ മാത്രമേ അത് വീണ്ടും ഫ്രഷ് വേക്കൻസി എന്നുള്ള രീതിയിൽ തിരിച്ചു വരികയുള്ളൂ. ഇതാണ് കുഞ്ഞുങ്ങളെ PSCയുടെ റൊട്ടേഷനിൽ ഇവിടെ നടന്ന നിങ്ങളറിയാത്ത ഒരു കാണാപ്പുറം. അതുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരാൾ, ഞാനൊന്ന് ഞെട്ടിപ്പോയി, സാർ 40 വേക്കൻസിയിലേക്ക് റൊട്ടേഷൻ എഴുതിയിട്ട് വെറും 14 പേര് അഡ്വൈസ് ചെയ്യപ്പെടുന്നു, 13 പേര് DAയും പോകുന്നുണ്ട്. അവർ ചോദിക്കുന്നത് ഈ 13 DA എന്തിനാ പോകുന്നത് 14 വരുമ്പോൾ? 13 DA പോകുന്നതിന് അത്ഭുതമുണ്ട്. 13 കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കാതിരുന്നതാണ്. അത് ഈ പ്രാവശ്യം എന്ത് ചെയ്തു? സാറ്റിസ്ഫൈ എന്ന് നോക്കിയപ്പോൾ 13 പേരുണ്ട്, 13 പേരെ എടുത്തു. ഇവിടെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യേണ്ട 25-ൽ 13 വേക്കൻസി പോയിട്ട് 12 ഉള്ളായിരുന്നു. ആ 12ൻ്റെ റൊട്ടേഷൻ എഴുതാൻ പറ്റൂ. പക്ഷേ റൊട്ടേഷൻ എഴുതി വന്നപ്പോൾ മൾട്ടിപ്പിൾ ഡിസബിലിറ്റിക്ക് വേണ്ടി മാറ്റിവെച്ച 13 ഒഴിവിൽ ആ 13 അങ്ങോട്ട് പോയി. പക്ഷേ നേരത്തെ നമുക്കറിയാം അവിടെ 15 DAയുടെ ഒഴിവ് നേരത്തെ നിന്ന് വേക്കൻസി മാറ്റിയിട്ടിരുന്ന ഇപ്പം ഫില്ല് ചെയ്ത് വന്നപ്പോൾ അതിൽ 13 നിയമിക്കാൻ പറ്റിയുള്ളൂ. 13 പറ്റിയപ്പോൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു, എന്നിട്ടും കിട്ടാതെ വന്നപ്പോൾ അതിനെ എടുത്ത് ജനറലിലേക്ക് തന്നു. അതുകൊണ്ട് 12 2 14 എന്നുള്ള ഗതിയിലെത്തി. ഇതാണ് PSCയുടെ വെബ്സൈറ്റിൽ കിടക്കുന്ന ആ അപ്പോയിൻമെൻറ്റ് ചാർട്ടിൽ കിടക്കുന്ന കണക്ക്. നിങ്ങൾ സാധാരണയുള്ളൊരു കൺവെൻഷൻ അനുസരിച്ച് ഈ റൊട്ടേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്നിട്ട് 13 വേക്കൻസി അവരെന്ത് ചെയ്തു? വീണ്ടും അൺഫിൽഡ് ആയിട്ട്, അതായത് മൾട്ടിപ്പിൾ ഡിസബിലിറ്റിക്ക് വേണ്ടി നമ്മളുടെ ഫ്രഷ് ഒഴിവുകളിൽ നിന്നെടുത്ത 13 വേക്കൻസി അവരിപ്പോൾ മാറ്റിയിട്ടിരിക്കുകയാണ്, ഫില്ല് ചെയ്യാതെ മാറ്റിയിട്ടിരിക്കുകയാണ്. അടുത്ത റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ മൾട്ടിപ്പിൾ ഡിസബിലിറ്റിക്കാരുണ്ടോ എന്ന് നോക്കി അവരിൽ നിന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ദൗർഭാഗ്യകരമായ ഈ ഒരു അവസ്ഥയാണ് എല്ലാ ജില്ലകളിലും ഇങ്ങനെ സംഭവിച്ചു. ഞാനൊരു ഉദാഹരണമായിട്ട് ട്രിവാൻഡ്രം ജില്ല എടുത്തന്നേ ഉള്ളൂ. ഈ ദൗർഭാഗ്യകരമായ കാര്യം തന്നെയാണ് തുടക്കത്തിലെ ഒരു കുതിപ്പ് നമ്മുടെ റാങ്ക് ലിസ്റ്റിന് ഇല്ലാതാക്കിയത് എന്ന് കരുതി മുന്നോട്ടിനി കുതിപ്പുണ്ടാവില്ല എന്ന് നമ്മൾ ചുമ്മാ ചിന്തിച്ച് വിഷമിക്കുകയോ ടെൻഷൻ അടിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ പരിശോധിച്ചത് LPSA ആണ്. ഇതേ രീതിയിൽ UPSA കൂടി ഒന്ന് പരിശോധിക്കാം. തിരുവനന്തപുരത്ത് UPSAയുടെ അഡ്വൈസ് പോലും അവർ നടത്തിയിട്ടില്ല. നമുക്കറിയാം റാങ്ക് ലിസ്റ്റ് അവിടെ 10/10/2025 നമുക്കറിയാം. നേരത്തെ 5/1/2019 വന്ന ഒരു ലിസ്റ്റ് 4/1/2022 ക്യാൻസലായി. അന്ന് 400 നിയമനങ്ങൾ അവിടെ UPSA ലിസ്റ്റിൽ നിന്ന് നടന്നിരുന്നു. 9 മാസം ഇടവേളയ്ക്ക് ശേഷമാണ് അടുത്ത ലിസ്റ്റ് വന്നത്. അവിടെ തന്നെ 66 വേക്കൻസി കൺസോൾഡേറ്റ് ചെയ്ത് കിട്ടിയിരുന്നു. ആ കൺസോൾഡേറ്റ് ചെയ്ത് കിട്ടിയിരുന്ന വേക്കൻസി വെച്ചുകൊണ്ടാണ് 10/10/2022 വന്ന ലിസ്റ്റ് മുന്നോട്ട് നീങ്ങുന്നത്. ആ ലിസ്റ്റിൽ നിന്ന് 365 നിയമനവും നടന്നു. പക്ഷേ നോക്കൂ, കഴിഞ്ഞ ലിസ്റ്റും ഈ ലിസ്റ്റും തമ്മിൽ ഒരു ഗ്യാപ്പില്ല. 9/10/2025 UPSAയുടെ ലിസ്റ്റ് ക്യാൻസലാകുന്നു. 10/10/2025 UPSAയുടെ പുതിയ ലിസ്റ്റ് നിലവിൽ വരുന്നു. അവിടെ ഗ്യാപ്പ് 0 days. പിന്നെ അവർ റൊട്ടേഷൻ എഴുതിയിട്ടില്ല. ഇനിയിപ്പോൾ റൊട്ടേഷൻ എഴുതുമ്പോൾ തന്നെ നമുക്ക് LPSAയിൽ സംഭവിക്കുന്ന ആ ദൗർഭാഗ്യം ഇവിടെയും സംഭവിക്കും. നേരത്തെ നടന്ന നിയമനങ്ങളുടെ റൊട്ടേഷൻ്റെ അടിസ്ഥാനത്തിൽ 100 വെച്ചാണ് കണക്കാക്കുന്നത്. എത്ര 100കളുണ്ടോ ഓരോ 100നും ഒരു മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഇവിടെ വരുന്ന ഫ്രഷ് ഒഴിവുകളിൽ നിന്ന്, NJD ആണെങ്കിൽ കുഴപ്പമില്ല, ഫ്രഷ് ഒഴിവുകളിൽ നിന്ന് കോമ്പൻസേറ്റ് ചെയ്ത് വരുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ UPSAയുടെയും സമീപ ഭാവിയിലുള്ള കാര്യം ഇഴഞ്ഞു നീങ്ങാൻ തന്നെയാണ് സാധ്യത. പക്ഷേ
ഈ അധ്യയന വർഷത്തിൻ്റെ അവസാനം കുറേ വേക്കൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടും. മുന്നോട്ട് നീങ്ങുമ്പോൾ അടുത്ത അധ്യയന വർഷമാകുമ്പോഴേക്കൊക്കെ ഇത് കുറേ കൂടെ ഒന്ന് സജീവമാകും. LPSCയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോഴും ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് UPSCക്ക് നടന്നത്രയും നിയമനം ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നടക്കില്ല. വലിയ വ്യത്യാസമുണ്ടാകില്ല, കുറച്ച് വ്യത്യാസമുണ്ടാകും. LPSCക്കും അത് തന്നെ ഉണ്ടാവും. ഇവയൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. നമുക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. വേക്കൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. റാങ്ക് ലിസ്റ്റിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ സജീവമാകണം. ഇപ്പോൾ അധ്യയന വർഷം അവസാനിക്കാൻ പോവുകയാണ്. അവിടെ ഓരോ ജില്ലയിലും എത്ര വേക്കൻസികളാണ്, എത്ര റിട്ടയർമെൻ്റാണ് ഉള്ളതെന്ന് നിങ്ങൾ അവരോട് ചോദിക്കണം. എത്ര പ്രൊമോഷൻസ് ഉണ്ടെന്ന് നിങ്ങൾ അവരോട് ചോദിക്കണം. അതിനനുസരിച്ചുള്ള വേക്കൻസികൾ PSCക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവ എത്രയാണെന്ന് ചോദിക്കണം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. കാരണം സർക്കാരിനെ സംബന്ധിച്ച് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുമ്പോൾ അവർ പരമാവധി ഇത് പിടിക്കാൻ ശ്രമിക്കും. പക്ഷേ അത് റിപ്പോർട്ട് ചെയ്യിക്കേണ്ട ചുമതല ഇപ്പോൾ നിങ്ങളുടേതായി മാറിയിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമവും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അപ്പോൾ ഞാൻ ഈ റാങ്ക് ലിസ്റ്റുകളെ സംബന്ധിച്ചുള്ള ധാരാളം ചോദ്യങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിശദീകരണമാണ് ഇവിടെ നൽകിയത്. അതുകൊണ്ട് തന്നെ ഓരോ ജില്ലയും എടുത്തു പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിച്ചിട്ടില്ല. തിരുവനന്തപുരം ജില്ലയുടെ ഒരു മാതൃക മാത്രം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് വിഘാതമായി നിന്ന കാര്യങ്ങൾ, ഒന്ന്, മൾട്ടിപ്പിൾ ഡിസബിലിറ്റിക്ക് വേണ്ടി കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നത്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് 13 വേക്കൻസിയാണ് അതിലേക്ക് അടിച്ചു പോയത്, അല്ലേ? 13 വേക്കൻസി ഫ്രഷ് വേക്കൻസിയിൽ നിന്ന് പോയി. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. പിന്നെ ഒരു റാങ്ക് ലിസ്റ്റ് വന്ന് പിറ്റേ ദിവസം റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ, ഇടയ്ക്ക് ഗ്യാപ്പില്ലാതെ വരുമ്പോൾ, നമ്മളോർക്കും പെട്ടെന്ന് റാങ്ക് ലിസ്റ്റ് വന്നല്ലോ, പക്ഷേ ഇടയ്ക്ക് ഗ്യാപ്പില്ലാതെ വരുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ നമുക്ക് കുറേ വേക്കൻസികൾ നഷ്ടപ്പെടുകയാണ്. കാരണം നേരത്തെ ഒരു ലിസ്റ്റ് അവിടെ 1 വർഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ആ 1 വർഷമുള്ള വേക്കൻസി, പിന്നെ 3 വർഷം ഈ ലിസ്റ്റ് റണ്ണിങ്ങിൽ ഓടുന്ന വേക്കൻസി, അപ്പോൾ 4 വർഷത്തെ കാലാവധി ലഭിച്ചതിന് തുല്യമാകും. പക്ഷേ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിന് ആ ഒരു 4 വർഷത്തെ കാലാവധി ലഭിക്കുന്നില്ല, 3 വർഷ കാലാവധിയെ പ്രാക്ടിക്കലായിട്ട് ലഭിക്കുന്നുള്ളൂ എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പക്ഷേ നമ്മൾ നിരാശരാവേണ്ട. നിയമനങ്ങൾ നടക്കും, നിയമനങ്ങൾ ഉണ്ടാവും. നമുക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. തുടർന്നുള്ള പരീക്ഷകളും PSC പരീക്ഷകളും നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ ട്രൈ ചെയ്യുക. നിങ്ങൾ വിജയപ്രാപ്തിയിലെത്തും. ഉദ്യോഗം ലഭിക്കുക എന്ന ആ ഒരു മനോഹര സ്വപ്നത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ കഴിയും. എല്ലാവർക്കും വിജയാശംസകൾ. ഗുഡ് ബൈ.